ഏട്ടാ, അമേരിക്കന്റെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാ? നോക്കൂ, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അത് കൺസംഷൻ ബേസ്ഡ് ആയിട്ട് സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾക്ക് അവർ പരമാവധി ലോൺ കൊടുക്കും. ഓക്കെ, നിങ്ങൾക്ക് എത്ര ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിലും കൊടുക്കും, എത്ര ലോൺ വേണമെങ്കിലും കൊടുക്കും. ഓക്കെ, അങ്ങനെ ലോൺ കൊടുത്ത് ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് ആളുകളോട് സ്പെൻഡ് ചെയ്യാൻ പറയും. അപ്പോൾ ആളുകൾ പെട്ടെന്ന് സ്പെൻഡ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം. സ്പെൻഡിങ് നിങ്ങൾ ചിലവാക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, അമേരിക്കയിൽ ഇഷ്ടം പോലെ ക്രെഡിറ്റ് കാർഡ് കിട്ടും, ഇഷ്ടം പോലെ ലോണ് കിട്ടും. അപ്പോൾ അങ്ങനെ ഇവർ സ്പെൻഡിങ് കൾച്ചറിന് മുകളിലാണ് അമേരിക്കയുടെ ബേസ് ഇരിക്കുന്നത്. ആളുകൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ ജനങ്ങൾ ഒരു ഘട്ടത്തിൽ ജനങ്ങൾ സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ സർക്കാർ അന്വേഷിച്ചു എന്തുകൊണ്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്യാത്തത്. അപ്പൊ ജനങ്ങൾ പറഞ്ഞു, നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല, പെട്ടെന്നൊരു അസുഖം വന്നാൽ നമ്മൾ പെട്ടുപോകും, ഇല്ല നമുക്ക് സേവിങ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ മെഡിക്കൽ ഇൻഷുറൻസിന്റെ തുക ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സർക്കാർ എന്ത് പറഞ്ഞു, എല്ലാ കമ്പനിക്കും നിർദ്ദേശം കൊടുത്തു, മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുക ഫ്രീ ആയിട്ട്. ഫ്രീ അല്ല, അവരെ സാലറിയിൽ നിന്ന് പൈസ പിടിച്ചിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുക. അത് ഇവർക്ക് മെഡിക്കൽ ഇൻഷുറൻസിന്റെ പേരിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇവരൊരു ഇത് പറഞ്ഞു, നമുക്ക് പെൻഷൻ വേണം, നമുക്ക് ഫ്യൂച്ചറിനെ പറ്റി അൺസർട്ടനിറ്റി ഉണ്ട്, അപ്പം പെൻഷനും സർക്കാർ കൊടുക്കും. ഇവരെ പൈസ എടുത്തിട്ട് പെൻഷൻ കൊടുക്കുന്നേ. അപ്പൊ എന്താ, ഈ പെൻഷനും കിട്ടി, മെഡിക്കൽ ഇൻഷുറൻസും കിട്ടി. അപ്പൊ ജനങ്ങൾക്ക് ഈസിലി സ്പെൻഡ് ചെയ്യാം. അപ്പൊ ഇവർ ജോലി കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ ഇറങ്ങും, ടൂറായിട്ടും പാർട്ടി ആയിട്ടും കറങ്ങാനും, ഇന്ത്യ കറങ്ങാനും, അങ്ങനെ പല രാജ്യങ്ങളിൽ കറങ്ങാനുമായിട്ട് അവരുടെ പൈസ സ്പെൻഡ് ചെയ്യും. അങ്ങനെ സ്പെൻഡിങ് ആണ് അമേരിക്കയുടെ ബേസ്. അപ്പൊ ഇതൊരു സൈക്കിളാണ് ആക്ച്വലി. ആളുകൾ കൂടുതൽ സ്പെൻഡ് ചെയ്യും, കമ്പനികൾ കൂടുതൽ ലാഭം കിട്ടും, കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് കൂടും, അത് വഴി സർക്കാരിന് കൂടുതൽ ടാക്സ് കിട്ടും. അപ്പൊ സർക്കാർ പൈസയാകും, സർക്കാർ കൂടുതൽ ആയുധം മേടിക്കും. ഓക്കെ, എന്നിട്ട് ഇത് പിന്നെ ബാക്കിയുള്ള യുദ്ധ ഫണ്ടിങ്ങിനും അവരുടെ ആയുധ നിർമ്മാണത്തിനും ചെയ്യും. അപ്പം ഈ സൈക്കിൾ എപ്പോഴെങ്കിലും നിന്ന് പോയാലാണ് അമേരിക്ക വലിയ ഡേഞ്ചറിലേക്ക് എത്തുന്നത്. ഇല്ല, അമേരിക്കക്കാരാ സേവ് ചെയ്യുക? എന്തിനാ സേവ് ചെയ്യുന്നത്? ഹെൽത്ത് ഇൻഷുറൻസ് സെറ്റാണ്, പെൻഷൻ സെറ്റാണ്, പിന്നെ അവർക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ബേസിക്കലി പിന്നെ എന്താ, അതെ, പണം ഉണ്ടല്ലോ, അവിടുത്തെ കമ്പനീസ് സാലറി കൊടുക്കും, അവിടെ ഹൈ എക്സ്പെൻസ് അല്ലേ. ഇനി ഇവരെന്താ ചെയ്യാ, ഇവര് അമേരിക്കൻ കൾച്ചറിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഒരു ബബിൾ വന്നു, ഒരു പിന്നെ സാമ്പത്തിക മാന്ദ്യം വന്നു, ഇല്ലെങ്കിൽ ഒരു കൊറോണ വന്നു, ആ സമയത്താണ് ഇവർ ആകെ പെട്ടുപോകുക. കാരണം എന്ന് വെച്ചാല് ഇത് മൊത്തം ഈ സ്പെൻഡിങ് കൾച്ചർ മൊത്തം നിൽക്കും. മൊത്തം ആരും സ്പെൻഡ് ചെയ്യില്ലോ. അസുഖം വന്ന് കൊറോണ ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം കമ്പനി ലോസിലേക്ക് പോകും. പിന്നെ നമ്മുടെ സർക്കാരിന്റെ നികുതി പണം കുറയും. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും വരും. ലോകത്തിന് ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന രാജ്യം അമേരിക്കയാണ്. അമേരിക്ക പൈസ പ്രിന്റ് ചെയ്യുക. നമ്മളൊക്കെ ഗോൾഡ് ബാക്ക് ആയിട്ട് നമ്മളെ കറൻസി വെക്കുക. ഡോളർ ഇസ് നോട്ട് ഗോൾഡ് ബാക്ക്. ഡോളറിനെ ബാക്ക് ചെയ്തിട്ടാണ് ബാക്കി ബോണ്ടുകൾ എടുക്കുക. അതങ്ങനെയാണ്. അപ്പൊ ഈ ഡോളേഴ്സ് ഇവര് പ്രിന്റ് ചെയ്തിട്ട് ആൾക്കാർ കൊടുക്കുക ചെയ്യുക. അപ്പൊ എന്താ, ഈ ഡോളറിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവര് ലോകമെമ്പാടും ഇതുപോലുള്ള പരിപാടികൾ ചെയ്യുന്നത്. അതായത് ഇപ്പം ഇതിൽ പെട്രോ ഡോളർ കറൻസി എന്ന് പറയും. അപ്പൊ ഇപ്പം അമേരിക്കയുടെ പെട്രോ ഡോളർ കറൻസിന്റെ ബലത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾ മൊത്തം കിടക്കുന്നത്. അതിപ്പോ സൗദിയോട് പറഞ്ഞു, നമ്മൾ നിങ്ങൾക്ക് സംരക്ഷണം തരാം, നമ്മൾ ആർമി ഇവിടെ ഉണ്ടാകും സ്റ്റേഷനായിട്ട്. അതാണ് അമേരിക്കൻ ബേസ്. ദുബായ് ആയാലും എവിടെയായാലും. അപ്പം വേറെ ആരും നിങ്ങളെ ആക്രമിക്കില്ല. പകരം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ എണ്ണ വിൽക്കുന്നുണ്ടെങ്കിൽ ഡോളറിലേ വിൽക്കാൻ പാടുള്ളൂ. അപ്പൊ മൊത്തം ഡോളറാണ് കൺട്രോൾ ചെയ്യുന്നത്. മൊത്തം ഡോളർ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇറാനോടും റഷ്യയോടും വെനസ്വേലയോടും ദേഷ്യം. കാരണം ഇതിനെതിരെ നിൽക്കുന്നതാണ് സംഭവം. ഇപ്പം ഈ യുദ്ധം കൊണ്ട് അമേരിക്കക്ക് എന്താ, എല്ലാരും പറഞ്ഞ പോലെ ഖമേനി മോശമായതുകൊണ്ടോ, ഖമേനിയുടെ ഭരണം മോശമായതുകൊണ്ടോ അല്ല. അതൊക്കെ ജസ്റ്റ് പൊതുജനങ്ങളോട് പറയുന്ന റീസൺ ആണ്. ഇപ്പൊ ഇറാനിൽ ഇപ്പൊ ഖമേനി 2 ആളെ കൊന്നു, അവിടുത്തെ സ്ത്രീകളെ പിന്നെ ശിക്ഷിച്ചു, അവിടെ വെടിവെപ്പ് നടത്തി 2 ആളെ കൊന്നു. അതിനിപ്പോ അമേരിക്ക എന്താ, നമുക്കെന്താ? അവർക്കൊന്നുമില്ല. അവർക്ക് ഇതൊന്നും യാതൊരു വിഷയമല്ല. അവരുടെ ഒരൊറ്റൊരു വിഷയം മാത്രമേ ഉള്ളൂ. അതിന് ഏറ്റവും വലിയ കാരണം ഇന്ത്യയാണ്. എന്തുകൊണ്ട് വെച്ചാല് ഇപ്പൊ നമ്മുടെ ഈ യുദ്ധത്തിന് യഥാർത്ഥ പ്രധാന കാരണം ഇന്ത്യയാണ്. അതായത് ഇന്ത്യ, ചൈന, ബ്രസീൽ, റഷ്യ ഇവരൊക്കെ കൂടിയാണ് ബ്രിക്സ് അലയൻസ് ആക്കിയത്. ബ്രിക്സ് അലയൻസ് ആക്കുമ്പോൾ എന്തായി, ഇവർക്ക് ലോകത്ത് ആദ്യമായിട്ട് അമേരിക്കക്ക് ഒരു പ്രശ്നം വന്നു. അതായത് ഇവരുടെ ഡോളർ
ഡോളർക്കെതിരെ ഒരു കറൻസി വരാൻ പോവുകയാണ്. കാരണം വെച്ചാൽ ഈ പെട്രോ ഡോളർ എക്കോണമിയിൽ ഏറ്റവും കൂടുതൽ പെട്രോളും ക്രൂഡ് ഓയിലും കൺസ്യൂം ചെയ്യുന്നത് ഈ ബ്രിക്സ് കൺട്രീസ് ആണ് അല്ലെ. ചൈന ഇന്ത്യയിൽ കൺസ്യൂം ചെയ്യുന്നത്. ഇപ്പം ചൈനക്ക് എളുപ്പത്തിൽ റഷ്യന്ന് മണിക്കാം. ഇന്ത്യ എവിടെന്നാ മണിക്കുന്നത്? ഇന്ത്യ ഇറാനാ മണിക്കുന്നത്. ഇറാൻ അടുത്തായതുകൊണ്ട്. അപ്പൊ ഇറാൻ അടുത്തായതുകൊണ്ട് മണിക്കുമ്പോ തന്നെ ഇപ്പൊ ഇന്ത്യക്ക് റഷ്യന്ന് മണിക്കാം, ഇറാനിന്ന് മണിക്കാം. രണ്ടും സാങ്ഷൻ കൺട്രീസ് ആണ്. ചെറിയ പൈസക്ക് ഇന്ത്യക്ക് കിട്ടും. ചൈനയും ഇറാനിന്ന് മണിക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യക്ക് റഷ്യന്ന് മണിക്കണം ദൂരാണ്. അപ്പൊ കുറച്ച് പൈസ കൂടും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു? ഈ റഷ്യയുടെ ഈ ഇറാനെ ആക്രമിക്കുന്നത് ആക്ച്വലി ഇവർ ഇന്ത്യക്കും ചൈനക്കും സപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ബ്രിക്സിനെ എതിർക്കലാണ് ഇവരുടെ പ്രധാന പരിപാടി. അല്ല, ഇസ്രായേലിന് സിമ്പിൾ എത്രയേ ഉള്ളൂ. ഇപ്പൊ ഇറാൻ പറഞ്ഞു ഇസ്രായേലിനോട് നമ്മ എടുത്ത് ന്യൂക്ലിയർ ബോംബ് ഉണ്ടായി നമ്മൾ നിങ്ങളെ പൊട്ടിക്കും. അപ്പൊ അവർക്ക് ഉറക്കില്ലല്ലോ. അപ്പൊ അവരെന്തായാലും അവർക്ക് ആ റീസൺ ആണ്. അമേരിക്കക്ക് ഇത്ര റീസൺ ഉള്ളൂ. ബ്രിക്സിനെ പൊട്ടിക്കുക, ഇന്ത്യയും ചൈനയും ഡിപ്പെൻഡ് ആക്കുക അമേരിക്കൻ പെട്രോ ഡോളറിന്. അതാണ് ഇതിന്റെ യഥാർത്ഥ റീസൺ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇറാനെ ആക്രമിക്കുന്നത് ഖമേനിയെ കൊണ്ടോ വേറൊന്നുമല്ല. അവർക്ക് എന്തില്ല, നമുക്കെന്തില്ല. ഇപ്പൊ ഖമേനി അവിടെ എന്ത് ചെയ്താലും നമുക്കെന്താ? അത് വേറെ രാജ്യമല്ലേ. എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായ താല്പര്യമാണ്. അമേരിക്കക്ക് അമേരിക്കയുടെ താല്പര്യമാണ്, ഇസ്രായേലിന് ഇസ്രായേലിന്റെ താല്പര്യമാണ്.